ഹായ് എവരിവൺ. ഇപ്പോൾ ദാ നമ്മൾ സാധനമൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണെന്നറിയോ? നാട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഭയങ്കര സന്തോഷത്തിലാണ് ഇതൊക്കെ പാക്ക് ചെയ്യുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതെ വളരെ പെട്ടെന്നൊരു പ്ലാനിങ് ആയിരുന്നു നാട്ടിൽ പോകാമെന്ന്. അതായത് നമുക്ക് 3 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടുന്നുണ്ട്. ഒന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ, പിന്നെ തേർഡ് സാറ്റർഡേ നമുക്ക് സ്കൂളൊക്കെ ലീവാണ്, തേർഡ് സാറ്റർഡേ, പിന്നെ സൺഡേ വരുമല്ലോ. അപ്പം 3 ദിവസം ലീവ് കിട്ടുന്നുണ്ട്. അപ്പം മമ്മി കുറേ നാളായി പറയുന്നുണ്ടായിരുന്നു. മമ്മിയുടെ ഏറ്റവും മൂത്തൊരു ബ്രദറുണ്ട് തൃശ്ശൂർ. അപ്പം മാമനെ കാണാൻ പോകണം എന്ന് പ്ലാൻ ചെയ്തു. അപ്പം ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് നേരെ തൃശ്ശൂരിൽ പോവുക, മാമനെ കാണാൻ എന്നായിരുന്നു. പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റി 3 ദിവസത്തെ വലിയ ട്രിപ്പാക്കി. അത് ഭയങ്കര സന്തോഷത്തിലാണ്. അവൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചു, എന്നിട്ട് ക്യാപ്പൊക്കെ അങ്ങ് എടുത്ത് വെച്ചു, എന്നിട്ട് ഞാൻ പെട്ടി എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എടുക്കുവാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി. അപ്പോൾ രാത്രിയിലാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് രാത്രി കാറിലാണ് പോകുന്നത്. അപ്പോൾ എന്താ മമ്മി റെഡിയായി. മമ്മി പറഞ്ഞു ഞാൻ നൈറ്റ് തന്നെ ഇടുന്നുള്ളൂ. അപ്പോൾ മമ്മി ഒരു പില്ലോ എടുത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ കഴുത്തിലിടാനാണ്. പക്ഷേ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 9 o'clock ആയി. അപ്പോൾ മമ്മിയുടെ സീരിയലുണ്ട്, മമ്മി അത് മിസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് സീരിയലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ പതുക്കെ താഴേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഡ്രൈവറെ വെച്ചിട്ട്, ഞങ്ങളെപ്പോഴും വരുന്ന കൃഷ്ണയാണ് ഞങ്ങളുടെ ഡ്രൈവർ. അപ്പോൾ കൃഷ്ണയെ വെച്ചിട്ടാണ് ഞങ്ങൾ കൂട്ടിയാണ് പോകുന്നത് ഓടിക്കാൻ. അപ്പം കൃഷ്ണയാകുമ്പം നമുക്ക് ടയേർഡ്നെസ് ആവത്തില്ല ഒരാളുടെ ഉണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ഇതാ പോകാൻ റെഡിയായി, പാക്കൊക്കെ ചെയ്ത് എല്ലാം എടുത്ത് മമ്മി ഈ നൈറ്റ് തന്നെ ഇടാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വളരെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്നൊരു പ്ലാനിങ് ആയിരുന്നു. എന്തൊക്കെ എടുക്കണോ, എന്തൊക്കെയോ ഡ്രസ്സ് പാക്ക് ചെയ്തു. ആക്ച്വലി അന്ന് രാവിലെ വരെയും ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പോകണ്ട, ട്രിപ്പ് മാറ്റാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ വെച്ചാൽ എന്നാലും പോയിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മനോജിനോടും കമലയോടും പറയുക, ആദ്യം ഇല്ല, ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ആദ്യം വീട്ടിലുണ്ട്. അപ്പോൾ ആദ്യയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ, അവനെ നോക്കിക്കോണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ചെടികൾക്കൊക്കെ ഒന്ന് മഴയുള്ള കാരണം ഇപ്പം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും അവരോടൊന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോഴത്തേക്ക് കൃഷ്ണ വന്നു. ഇപ്പം ഞങ്ങളിതെല്ലാം എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈയൊക്കെ പറഞ്ഞിട്ട്, ഞങ്ങളുടെ നെയ്ബറാണ്, അപ്പോൾ അവർക്കും ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങുവാണ്. ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്തത് തൃശ്ശൂർ മാമൻ്റെ ബ്രദറുണ്ട്, അപ്പോൾ അവിടേക്ക് പോയി അവരെയും കണ്ടിട്ട് നമ്മൾ അങ്ങനെ ഇങ്ങനെ തിരിച്ചു പോരാനായിരുന്നു പ്ലാന്. അവിടെ വടക്കുന്നാഥൻ ടെമ്പിളിലോ അല്ലെങ്കിൽ ഗുരുവായൂരോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തൊഴുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വരാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ഹസ്ബൻഡ് പറഞ്ഞു നമ്മൾ എന്തായാലും കേരളത്തിൽ വരെ പോകുന്നുള്ളൂ, അവിടുന്ന് പിന്നെ വളരെ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, നമുക്ക് വീട്ടിലൂടെ പോയി അച്ഛനെയും അമ്മയ്ക്കും ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരിയെന്നാൽ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് മാറ്റി. ആദ്യം ഞങ്ങൾ തൃശ്ശൂർക്കായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ വേണ്ട, നമുക്ക് നേരെ രാമപുരത്ത് പോകാം. രാമപുരത്ത് പോയിട്ട് അവിടുന്ന് തിരിച്ച് വരുമ്പോൾ തൃശ്ശൂർ കയറി മാമനെ കണ്ടിട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തു. അത് കാരണം ഞങ്ങൾ തേഴ്സ്ഡേ നൈറ്റിൽ ഇറങ്ങി. എൻ്റെ ദൈവമേ, ബാംഗ്ലൂർ കടക്കാൻ ഞങ്ങൾക്കൊരു ആക്ച്വലി 1 hour പോകേണ്ട പ്ലേസ് ഞങ്ങളൊരു 4 hours എടുത്തു. അത്രയ്ക്ക് ട്രാഫിക്കായിരുന്നു. കാരണം അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് ലീവ് വരുന്നതുകൊണ്ട് എല്ലാവരും നാട്ടിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. റോഡിലെല്ലാവരും ഇങ്ങനെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആക്ച്വലി വിചാരിക്കും ബാംഗ്ലൂർ ഫുൾ എല്ലാവരും പോകുന്ന പോലെ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ ആരും കാണത്തില്ലായിരിക്കും, അത്രയ്ക്ക് തിരക്കായിരുന്നു റോഡ് മുഴുവൻ. ഞങ്ങൾ ശരിക്കും റോങ് ടൈമിലാണ് ഇറങ്ങിയ. രാത്രിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ശരിക്കും ബാംഗ്ലൂർ ക്രോസ് ചെയ്യാൻ തന്നെ ഞങ്ങൾ നല്ല ലേറ്റായി. ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ലേറ്റായി. അത് കാരണം ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ആക്ച്വലി ഞങ്ങൾ കേരളം ടച്ച് ചെയ്തത്. ഇപ്പോൾ സേലം ആ ഭാഗമാണ്. അത് വെളുപ്പിന് ആകാറായി. അങ്ങനെ ഒരു വെളുപ്പിൽ ഒരു 1 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു ബാംഗ്ലൂർ നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ തന്നെ. നല്ല ലേറ്റായി. അപ്പോഴത്തേക്കും ഒന്ന് നേരമൊക്കെ വെളുത്ത് വന്നു. എല്ലാവരും ഒക്കെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. 2-3 പ്രാവശ്യം വാഷ്റൂമിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഒന്ന് റെഡിയായി. നേരം വെളുത്ത് വരുന്നുണ്ട്. അപ്പോഴാണ് ആദം ഉണർന്നത് കേട്ടോ. അതും നല്ല ഉറങ്ങി അവൻ. എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മൾ കേരളം ടച്ച് ആകാറായി. പാലക്കാട് എത്തിയപ്പോഴത്തേക്കും മഴ തുടങ്ങി. മഴയോടെ മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ദോശയൊക്കെ കഴിച്ചു. ആക്ച്വലി കഴിക്കാനൊന്നും തോന്നിയില്ലായിരുന്നു കേട്ടോ. ആര്യാസിൽ കയറി ദോശയൊക്കെ കഴിച്ചു. അതും ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം അവൻ നല്ലതായിട്ട് ഉറങ്ങി റെസ്റ്റ് എടുത്തല്ലോ. അങ്ങനെ പിന്നെ വാഷ്റൂമിലൊക്കെ പോയി ഞങ്ങൾ പതുക്കെ ഇങ്ങനെ പോവാണ്. ആക്ച്വലി നമ്മൾ പ്രതീക്ഷയിലൊക്കെ ഒത്തിരി ലേറ്റായി. ആക്ച്വലി ഈ ഒരു 10-10:30 ആകുമ്പോൾ ഞങ്ങൾ എത്തുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അതൊരു ഐസ്ക്രീം മേടിച്ചിട്ട് അവിടുത്തെ പിക്ചറിൽ നോക്കിയിട്ട് അവിടെ വെച്ചിരിക്കുന്ന ആഡിനകത്ത് ഇതേ സെയിം ഐസ്ക്രീമാണെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര നീങ്ങി. ആക്ച്വലി ഞങ്ങൾ ഈ വന്ന ദിവസത്തെ ന്യൂസിലൊക്കെ ഭയങ്കര ന്യൂസായിരുന്നു. ചാലക്കുടി, തൃശ്ശൂർ, അങ്കമാലി ആ ഭാഗത്തൊക്കെ ശരിക്കും ബ്ലോക്കായിരുന്നു. എന്താണെന്ന് വെച്ചാൽ റോഡ് നമ്മുടെ നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്നു. അതുകൂടാതെ
പൊതുവേ റോഡ് ഭയങ്കര മോശമായിരുന്നേ. തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ വീട്ടിലെത്താൻ വൈകുന്നേരം 3 മണിയായി. അങ്ങനെ ഇതാ 3 മണിയായി, ഏകദേശം 3 മണിയായി. ഇതാ ഞങ്ങൾ വീട്ടിലെത്തി. ആർക്കും അറിയില്ല കേട്ടോ, അച്ഛനും അമ്മയ്ക്കും അറിയില്ല. ലക്ഷ്മിയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ സർപ്രൈസ് ആയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ആക്ച്വലി കേട്ടോ. അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, എവിടെ എത്തി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളിതാ ഡോറ് തുറന്ന് ഭയങ്കര സന്തോഷം. അത് ഊട്ടി അകത്ത് പോയി കേട്ടോ. എന്നിട്ട് അകത്ത് പോയി അമ്മയുടെ അടുത്ത് പോയേ. അപ്പോൾ അമ്മ ആദ്യമേ കണ്ടിട്ട് ചോദിച്ചു, ഇതേതായി കൊച്ചൻ? അമ്മ ചോദിക്കുക. അപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് ടി വി കാണുമായിരുന്നു. അച്ഛൻ ലക്ഷ്മിയുടെ അനിയത്തിയുണ്ട് പാർവതി. പാറുവിൻ്റെ ഹസ്ബൻഡ് ജയകൃഷ്ണനും വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവരും ഉണ്ടായിരുന്നു. അവർക്ക് അറിയാമായിരുന്നു കേട്ടോ ഞങ്ങൾ ചെല്ലുമെന്ന്. അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞങ്ങൾ കാറിലും ചെന്നപ്പോൾ അച്ഛൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അച്ഛൻ വന്നിട്ട് പറയുകയാണേ, ഞാൻ വിചാരിച്ചു ഞാൻ സ്വപ്നം കാണുവാണോ എന്ന്. അങ്ങനത്തെ എക്സൈറ്റ്മെൻറ്റ്. എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാലും പ്രതീക്ഷിക്കാതെ മിണ്ടാതെ പറയാതെ വന്നല്ലോ എന്ന് അച്ഛൻ എന്നിട്ടും വിശ്വസിക്കാൻ വയ്യ. അച്ഛൻ പറയും, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ, സത്യമാണെന്ന്. അങ്ങനെ അമ്മ അത് ഓടി വരുന്നുണ്ട്. അമ്മ ഉറങ്ങുമായിരുന്നേ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട്. ആദവനെ കണ്ടപ്പോൾ അമ്മ പറയും, ഇത് ഏതാ ഈ കൊച്ചൻ, ഇതാരാ? പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി, ആദവല്ലേ, ഇവരെങ്ങനെ ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് അമ്മ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ കൃഷ്ണയെ പരിചയപ്പെടുക അച്ഛനും അമ്മയൊക്കെ. അവരൊക്കെ അറിയാം, കാരണം കൃഷ്ണയാണ് എപ്പോഴും ഞങ്ങൾ അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ വരുമ്പോൾ വിളിക്കാൻ പോകുന്നതൊക്കെ കൃഷ്ണ തന്നെയാണ്. ആദ്യമായിട്ടാണ് കൃഷ്ണൻ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വരുന്നത്. അങ്ങനെ ഇപ്പോൾ സാധനങ്ങളൊക്കെ പതുക്കെ ഇറക്കുമായിരുന്നു. അങ്ങനെ മമ്മി ഇറങ്ങി. മമ്മിക്ക് ഇച്ചിരി ഇറങ്ങാൻ കുറേ നേരം ഇരിക്കുമല്ലോ. അപ്പോൾ മമ്മി ഇറങ്ങി വന്ന്. അപ്പോൾ അമ്മ പറയൂ, മമ്മി ഉണ്ടായിരുന്ന കൂടെ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഭയങ്കര അതിശയം. എന്നാലും നിങ്ങളിങ്ങനെ പറയാതെ വന്ന് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും. അപ്പോൾ തന്നെ ചേട്ടനെ വീഡിയോ കോൾ ചെയ്ത്. അപ്പോൾ ചേട്ടൻ ആക്ച്വലി ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ വിളിച്ചായിരുന്നേ, നിങ്ങൾ എവിടാ, എന്താ ഇന്നത്തെ പ്രോഗ്രാം എന്നൊക്കെ. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അപ്പോൾ ഉച്ച വരെ സ്കൂളിൽ പോകണം. ആക്ച്വലി എനിക്ക് ഉച്ചയ്ക്ക് വരെ സ്കൂളിൽ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചേട്ടൻ ചോദിച്ചാൽ, എന്താ നിങ്ങളുടെ പ്ലാൻ, എവിടെയും പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ ചേട്ടൻ. അപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞങ്ങളെങ്ങും പോകുന്നില്ല, ഈ ബാംഗ്ലൂരിൽ തന്നെയാണ്. അങ്ങനെ അമ്മ നീയോന്ന് ഒത്തിരി വിശന്ന് കാണില്ലേ കുഞ്ഞനെന്നും പറഞ്ഞിട്ടും അമ്മ മീനും ചിക്കനും എല്ലാം കൂട്ടി അവനെ കൊണ്ട് കഴിപ്പിക്കുവാണ്. അവൻ കുറേ കഴിച്ചു കേട്ടോ, അവൻ നന്നായി കഴിച്ചു. കാരണം അവന് മീൻ ഭയങ്കര ഇഷ്ടമാണ്, നാട്ടിലെ മീൻ പ്രത്യേകിച്ച്. അങ്ങനെ അമ്മ അങ്ങനെ അവനെ കൊണ്ട് നടന്ന് കഴിപ്പിക്കുക. 3 മണിയായില്ലേ, കുഞ്ഞിന് വിശക്കുന്നു എന്ന് പറഞ്ഞ് അമ്മ കഴിപ്പിക്കാം. അങ്ങനെ കുറച്ച് നേരം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് മതിയായിന്ന്. കാരണം അവൻ കിട്ടുന്നതിനേക്കാളും കൂടുതൽ കഴിച്ചു, നിറച്ച് ചോറ് കഴിച്ചു, എപ്പോഴും കഴിക്കുന്നതിനേക്കാളും കൂടുതലും. അവൻ പറയാം, എനിക്ക് മതിയായി, ഇനി എന്നെ കഴിപ്പിക്കില്ലേന്ന്. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചീര ഉണ്ടായിരുന്നു. ചീര എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് കളറിലിരിക്കുന്ന ചീരാവിയൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചീരാവിയൽ. അത് നാട്ടിൽ വെക്കുന്ന സ്റ്റൈല് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഈ ചീരയാവിലുണ്ടായിരുന്നു, പിന്നെ പ്രോൺസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു, കക്കായിറച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനം ലക്ഷ്മി ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേ. എന്നിട്ട് ചോറും ലക്ഷ്മി അമ്മ ആണ് ചോറ് വെക്കുന്ന ആൾ കേട്ടോ. അമ്മ ചോറ് വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് ചോറല്ലേ വെക്കാറുള്ളൂ. അമ്മ അധികം ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ലക്ഷ്മി അമ്മ അമ്പലത്തിൽ പോയ സമയത്ത് ലക്ഷ്മി പിന്നെയും ചെയ്തു. ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് വന്നതിൽ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു അറിയാമായിരുന്നോ? അറിയത്തില്ല. എവിടെ വന്ന് ലക്ഷ്മി പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് നോക്കിയത് ആരാ നോക്കിക്കോ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ സർപ്രൈസ്? കൊള്ളാം, നല്ല സൂപ്പറായിരുന്നു. വേറെ രാവിലെ ലക്ഷ്മിയോട് പറഞ്ഞു പാറു വരുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞതാ പാറു വരുന്ന കാര്യം. എന്നാ ഇതൂടെ വെക്ക, ചിക്കൻ അങ്ങ് വെക്ക. പിന്നെ ഇതിന്റെ പേരാണ് മുറുക്ക്. എന്നിട്ട് ഞാൻ വന്ന് കഴിച്ചിട്ട് അവിടെ കിടന്നു. ഇവരെപ്പോഴാണ് കഴിച്ചാന്ന് അറിയത്തില്ല. ഇത്തിരി ഞാൻ ഇറങ്ങി ഇവിടെ എല്ലാം കൊഞ്ചും വെപ്പ വെച്ച് കൊഞ്ചും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല ടയർഡാണ്. അത് നോക്കി ആമിയാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പുതപ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഹാർട്ട് ഷേപ്പിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ആമി വെച്ചിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവരും കിടക്കാനുള്ള സെറ്റിൽമെൻറ്റ് എന്നൊരു റിസോർട്ടല്ല ഈ ഹാർട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ. അങ്ങനെ അവൾ 2 ബെഡിലും ഇങ്ങനെ ഞങ്ങൾ കിടക്കാൻ പോകുന്ന ബെഡിൽ 2 ഇങ്ങനെ ഹാർട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് റൂമിൽ. അങ്ങനെ ഞങ്ങൾ ആ റൂമിൽ ചെന്ന് ഫാനൊക്കെ ഇട്ടെന്ന് കിടന്നപ്പോൾ തന്നെ എന്തോ ഒരു ആശ്വാസം. പക്ഷേ എനിക്കങ്ങനെ ഉറക്കം വരില്ല കേട്ടോ. ഞാൻ പിന്നെ പതുക്കെ എഴുന്നേറ്റ്. അപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞു, മണ്ണിൽ കളിക്കാൻ പോകാം. അവന് ഭയങ്കര ഇഷ്ടം നാട്ടിൽ ചെന്ന് ഇങ്ങനെ മണ്ണിൽ കളിക്കാൻ. അതിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്, ചിരട്ടയും ഈ സാധനമൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ അവന് മണ്ണിൽ കളിക്കും. അപ്പോൾ അവന് കൂട്ടിനൊരാൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും ഞാനും അവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെ മണ്ണിൽ
കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ചു. ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് വെള്ളം വേണമെന്നുണ്ട്, വെള്ളം കൂടി ഇങ്ങനെ കുഴച്ച് കളിക്കാൻ. അപ്പോഴേ നാരണമാമ വന്നു. അങ്ങനെ നാരണമാമനോട് കുറച്ച് നേരം സംസാരിച്ച്, നാരണമാമൻ്റെ അടുത്ത് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പോലും ഞങ്ങൾ വരുമെന്ന്. അപ്പം നാരണമാമ ഇങ്ങനെ നിങ്ങളിങ്ങനെ പ്രതീക്ഷിക്കാതെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നാരണമാമൻ അമ്പലത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ നാരണമാമൻ പോയി. അങ്ങനെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് കാണുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ. നാട്ടിലിപ്പം നല്ല നല്ല തണുപ്പെന്നല്ല, ചൂടില്ല. പണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഈ ഏപ്രിൽ മെയ്യിലല്ലേ പോകുന്നത്, ഭയങ്കര ചൂടായിരിക്കും. അപ്പം ഇപ്പം നല്ല വെതറുമാണ്, മഴയൊക്കെ ഉള്ളത് കാരണം നല്ല സുഖമുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ലക്ഷ്മീനെ കടയിലൊക്കെ പോയിട്ട് കുറച്ച് റംബൂട്ടാനൊക്കെ, നമ്മുടെ വീട്ടിലില്ല കേട്ടോ റംബൂട്ടാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുറച്ച് റംബൂട്ടാൻ മേടിച്ചുകൊണ്ട് വന്നു. നല്ല ടേസ്റ്റുള്ള റംബൂട്ടാൻ കേട്ടോ. നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂരിൽ 1-2 പ്രാവശ്യം മേടിച്ചു, എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതിന് ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ ഇത് പൊളിച്ചിട്ട് നമ്മൾ ലക്ഷ്മി ഇങ്ങനെ വായിൽ വെച്ചിട്ട് നല്ല ടേസ്റ്റ്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റംബൂട്ടാൻ, നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനത്തെയൊക്കെ കുറേ സാധനം ഈ സീസണൽ ടൈമിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സംഭവം കിട്ടും. നല്ല ടേസ്റ്റുള്ള റംബൂട്ടാൻ. ഇത് നമ്മളിങ്ങനെ വായിലിട്ടിങ്ങനെ ഇളകി വരും, നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല, അങ്ങനെ ഇളകി വരും. നല്ല മധുരമായിരുന്നു. അത് കഴിഞ്ഞ് ലക്ഷ്മി മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുണ്ടായിരുന്നു. കിളിമീൻ എന്ന് പറയില്ല, കോരയോ കിളിമീൻ എന്താ പറഞ്ഞത്. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്യുക. അപ്പോൾ ലക്ഷ്മി ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഞങ്ങൾ രണ്ടുകൂടെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് മീൻ വെട്ടുമായിരുന്നു. അങ്ങനെ ഇന്നത്തെ കാര്യം കഴിഞ്ഞു. പിന്നെ നമ്മൾ ഭയങ്കര ടയേർഡായതുകൊണ്ട് ഫിഷൊക്കെ വൈകുന്നേരം എല്ലാം കഴിച്ച് എല്ലാവരും കിടന്നുറങ്ങി. ആക്ച്വലി ഞാൻ പിന്നെ അങ്ങോട്ട് വീഡിയോ എടുത്തതേ ഇല്ല. അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ഡേയിൽ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതും ഒന്ന് കാണിച്ചു തരാം. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്